പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഏപ്രിൽ മാസം 11 വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു അല്ലേ? എത്ര ശ്രേഷ്ഠമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം നമ്മളെ പുലർത്തിയത്. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, അതിന്റെ എല്ലാം നടുവിൽ ദൈവം നമ്മളെ അത്ഭുതകരമായി സൂക്ഷിച്ചു. ആവശ്യങ്ങളിൽ കൂടെയിരുന്നു. ശത്രു നമ്മുടെ മേൽ ദൃഷ്ടി വെക്കുവാൻ അനുവദിക്കാതെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. കരങ്ങളെ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് സ്തോത്രം പറ. കർത്താവേ സ്തോത്രം, 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചില്ലേ? സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചില്ലേ? എത്ര ശ്രേഷ്ഠമായിട്ടാണ് പരിപാലിച്ചത്. നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ, ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയിരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവ്, ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന്, ആമേൻ, ആനന്ദത്തോടെ നടത്തുന്ന കർത്താവിന്, അത്ഭുതമായി നടത്തുന്ന കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രമപ്പ, 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 സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന വൻ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവേ. അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളോടുള്ള അങ്ങയുടെ വാത്സല്യത്തിനായിട്ട് നന്ദി പറയുന്നു. അങ്ങ് ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങെത്ര നല്ലവൻ, അങ്ങെത്ര വിശ്വസ്തൻ, അങ്ങ് മതിയായവനാകിയാൽ സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഓരോ നാളും ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന ദൈവമാകിയാൽ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ, ആമേൻ, സങ്കീർത്തനം അതിന്റെ 43 പറയുന്നു. അതിന്റെ 4-ാമത്തെ വാക്യം 5-ാമത്തെ വാക്യം, ഞാൻ ദൈവത്തിന്റെ പീഠത്തിങ്കിലേക്ക്, എന്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ചെല്ലും. ദൈവമേ, എന്റെ ദൈവമേ, കിന്നരം കൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കും. എന്നിട്ട് 5-ാമത്തെ വാക്യം, എന്റെ ആത്മാവെ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. കർത്താവിന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും കർത്താവിനെ സ്തുതിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടയട്ടെ. ആരും അശ്രദ്ധരായിട്ടിരിക്കാതെ, ആരും ആമേൻ പ്രാർത്ഥനയുടെ സമയത്ത് ആമേൻ മറ്റു പലതിലേക്കും ഇടപെടാതെ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുന്ന സമയത്തും ആരാധിക്കുന്ന സമയത്തും നമ്മൾ ഏകാഗ്രപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ദൈവത്തെ ബഹുമാനിക്കുന്നതിന് പകരം ദൈവത്തെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയുടെ ആരാധനയുടെ സമയം വളരെ ശ്രദ്ധയോടുകൂടെ വേണം പ്രാർത്ഥിക്കാൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തു പരിപാലിച്ചല്ലോ, സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നല്ലോ, സ്തോത്രം. ആരോഗ്യത്തോടെ ഉണർത്തിയല്ലോ, സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നതിന് സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ ആവശ്യങ്ങളെ അങ്ങയുടെ കൈകളിൽ ഞങ്ങൾ സ്തോത്രത്തോടെ അർപ്പിക്കുന്നു. കർത്താവെ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും തന്നെ കർത്താവ് അനുഗ്രഹിക്കണം. അങ്ങയുടെ കൃപ അവരോട് കൂടെ ഇരിക്കണം. അങ്ങയുടെ സാന്നിധ്യം അവരോട് കൂടെ ഇരിക്കണം. കർത്താവ് വലിയ കാര്യങ്ങളെ തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യണം. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പരിപൂർണ സൗഖ്യം തന്റെ കുഞ്ഞുങ്ങളുടെ മേൽ പകർന്നു കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവെ, ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ വഴി തുറന്നു കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. സാമ്പത്തികമായ ക്ലേശങ്ങൾ, പ്രയാസങ്ങൾ എല്ലാത്തിൽ നിന്നും വിടുവിക്കണം. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ്, ഇന്ന് പകൽക്കാലം തക്കതായ വിവാഹാലോചനകളെ കൊണ്ടുവരണം. കർത്താവെ, അതിനു വേണ്ടുന്ന സോഴ്സുകളെല്ലാം ഒരുക്കണം. യേശുവിന്റെ നാമത്തിൽ അതിന്മേൽ അത്ഭുതം നടക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവ്, ലോകത്തെമ്പാടും കർത്താവിന് വേല ചെയ്യുന്ന അഭിഷക്ത ദാസിദാസന്മാരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നാളത്തെ സഭായോഗത്തെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവമാത്മാവിന്റെ വലിയ ഇടപെടൽ നാളത്തെ മീറ്റിംഗിൽ ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം. അപ്പൊ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ഒരിക്കലൂടെ ഒരുമിച്ച് ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും ബ്ലസ് ചെയ്യുന്നു. കർത്താവിന്റെ കൃപ അവരോട് കൂടെ ഇരിക്കണം. ഗോഡ് ഓഫ് മിറക്കിൾസ്, അത്ഭുതങ്ങളുടെ ദൈവം അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ ചെയ്യണം. ചെറുതല്ല കർത്താവ്, വലിയ അത്ഭുതങ്ങളെ ചെയ്യണം. ശരീരത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യങ്ങൾ തന്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ദൈവിക ഇടപെടൽ തന്റെ ശരീരത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സംഭവിക്കുന്നതിന് സ്തോത്രം. നസ്രനായ യേശുവിന്റെ നാമത്തിൽ ശരീരത്തിലുള്ള രോഗലക്ഷണങ്ങൾ വിട്ടുമാറട്ടെ. ആമേൻ. ശരീരത്തിലുള്ള രോഗത്തിൻ്റെതായ എല്ലാ സിംറ്റംസുകളും ഇപ്പോൾ വിട്ടുമാറട്ടെ.
അത്ഭുതം സംഭവിക്കട്ടെ. കർത്താവ് പ്രവർത്തിച്ചതിന് സ്തോത്രം. ആമേൻ. അത്ഭുതം നടന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഈ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. സകല മഹത്വവും പുകഴ്ചയ്ക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ പകരട്ടെ. ഇന്ന് ഈ സന്ദേശം, ആമേൻ, ഈ പ്രാർത്ഥനയും ഈ സന്ദേശവും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ഇടവരട്ടെ. കർത്താവിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ഭവനത്തിൽ നിറഞ്ഞു കവിയുന്നതിന് ഈ പ്രഭാതത്തിൽ ഇത് ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 7ഉം 8ഉം വാക്യങ്ങളാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. യാക്കോബ് 4, 7, 8 അവിടെ പറയുന്നു. 7ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്: ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ. എനിക്ക് തോന്നുന്നു നമ്മൾ ഇത് പല പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു വാക്യമാണ്. ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്തു നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അപ്പൊ പിശാചിനോട് എതിർത്തു നിൽക്കണം, ദൈവത്തിന് കീഴടങ്ങണം, എന്നാൽ പിശാച് നമ്മളെ വിട്ട് ഓടിപ്പോകും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും പല ദൈവമക്കളുടെയും ജീവിതത്തിൽ പറ്റിയത്, നമ്മൾ തിരുവഴുത്തിൽ എന്തു പറഞ്ഞിരിക്കുന്നു അതിനെ അതേപോലെ നമ്മൾ പഠിക്കണം. എന്നിട്ട് അതനുസരിച്ച് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ജയകരമായ ജീവിതം നയിക്കാൻ പറ്റുള്ളൂ. ഇവിടെ പറയുക, നിങ്ങൾ പിശാചിനോട് എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കണം. എതിർത്ത് നിൽക്കാൻ പറഞ്ഞാൽ പിന്നെ സൗമ്യതയോടെ നിൽക്കരുത്. ആമേൻ. എതിർത്ത് തന്നെ നിൽക്കണം. റെസിസ്റ്റ് ദ ഡെവിൾ. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ കർത്താവ് നമ്മൾ പ്രാർത്ഥിച്ചു, കർത്താവിന്റെ തിരുവഴുത്തിൽ നമ്മൾ വിശ്വസിച്ചു, നമ്മുടെ ശരീരത്തിൽ നമുക്കൊരു രോഗസൗഖ്യം ലഭിച്ചു. ഈ രോഗസൗഖ്യം നമ്മൾ സ്വീകരിക്കുന്നു എന്ന് കാണുന്നത് തന്നെ പിശാചിന് ഭയങ്കര വിരോധമാണ്. അപ്പോൾ പിശാച് നമ്മുടെ മനസ്സിൽ ആദ്യമേ പറയും, ഇതൊന്നും നടക്കത്തില്ല. അപ്പോഴേ നമ്മൾ എന്നാ ചെയ്യണം? പിശാചിനോട് എതിർത്ത് നിൽക്കണം. പറയണം, നോ, എന്റെ കർത്താവിന്റെ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നു, അവന്റെ അടിപ്പിണരാൽ സൗഖ്യമുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അവകാശമാണ് എന്ന് പറയുകയും പിശാചിനോട് പറയണം, ഇല്ല, നിന്റെ കള്ളത്തരങ്ങളെ ഞങ്ങൾ വിശ്വസിക്കത്തില്ല എന്ന് പറയണം. 2, നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും ആ പഴയ രോഗത്തിന്റെ ലക്ഷണങ്ങളുമായിട്ട് പിശാച് വരുമ്പോൾ നമ്മൾ നമ്മുടെ കൈ ഉയർത്തി പ്രഖ്യാപിക്കണം, നോ, യേശുവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം ലഭിച്ചു. ഈ രോഗലക്ഷണങ്ങൾ പിശാച് വരുത്തുന്ന ഓരോ കള്ളത്തരങ്ങളാണ്. ഞാൻ അതിനോട് എതിർത്തു നിൽക്കുന്നു, വിട്ടുമാറുവാൻ കൽപ്പിക്കണം. ഇത് ഒരു ഉദാഹരണം മാത്രമാണ്. ഇതുപോലെ ഓരോ കാര്യങ്ങളിലും നമ്മൾ എതിർത്ത് നിന്നെങ്കിൽ മാത്രമേ പിശാച് നമ്മളെ വിട്ടുപോവുകയുള്ളൂ. വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു അഡിക്ഷൻ നമ്മുടെ ലൈഫിൽ ഉണ്ടായെന്ന് വെച്ചു. ഈ അഡിക്ഷനിൽ നിന്നും കർത്താവിന്റെ വചനത്തിലൂടെ അല്ലെങ്കിൽ ആരെങ്കിലും അഭിഷിക്തന്മാർ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയിലൂടെ ഒരു വിടുതൽ കിട്ടി. ഇത് കഴിയുമ്പോൾ പിന്നെയും നമ്മുടെ ഉള്ളിലൊരു പ്രേരണ തരും. അത് അല്പം നേരത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ, നമുക്ക് തോന്നുക അത് കാരണമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വരുന്നതായിട്ട് തോന്നും. അപ്പൊ നമ്മൾ ഇത് ചെയ്യണം, എന്നെ പുത്രനാം യേശു ക്രിസ്തുവിലൂടെ ഞാൻ ഇതിനകത്തൊന്ന് വിടുവിക്കപ്പെട്ടതാണ്. പുത്രൻ വിടുവിച്ചാൽ അത് സാക്ഷാൽ സ്വാതന്ത്ര്യമാണ് എന്ന് തന്നെ നമ്മുടെ കൈ ഉയർത്തി പറഞ്ഞ് നമ്മൾ പിശാചിനോട് എതിർത്ത് നിൽക്കണം. അങ്ങനെ എതിർത്ത് നിൽക്കുമ്പോൾ എന്ത് ചെയ്യും? പിശാച് നമ്മളെ വിട്ട് ഓടിപ്പോകും. കർത്താവിന് കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വചനം പറഞ്ഞു, ഞാനത് വിശ്വസിക്കുന്നു, അത് ഞാൻ ഏറ്റെടുക്കുന്നു. എന്നിട്ട് എതിർത്ത് നിൽക്കുക എന്ന് പറഞ്ഞാലോ, അതിന് വിരുദ്ധമായി പിശാച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അതിനോട് എതിർത്ത് നിൽക്കുമ്പോൾ നമുക്ക് പിശാചിനെ മനസ്സിലാകണം, ഇവൻ തിരുവചനത്തിൽ വിശ്വസിക്കുന്നു, ഇവൻ തിരുവചനത്തിന്റെ വെളിപ്പാട് പ്രാപിച്ചവനാ, ഇവൻ ആ വചനം പറഞ്ഞ് എതിർത്ത് നിൽക്കുന്ന കാണുമ്പോൾ പിന്നീട് പിശാച് നമ്മളെ തോൽപ്പിക്കാൻ വരികയില്ല, അല്ലെങ്കിൽ നമ്മളെ ഭയപ്പെടുത്തുവാൻ വരികയില്ല, നമ്മളെ നിരുത്സാഹപ്പെടുത്താൻ വരികയില്ല. എതിർത്ത് നിന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എന്നിട്ട് എന്നാ പറഞ്ഞത്? നിങ്ങൾ ദൈവത്തോട് അടുത്ത് ചെല്ലും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്നാ ചെയ്യണം? കർത്താവിനോട് കൂടുതൽ അടുത്ത് ജീവിക്കണം. അവൻ ആരാധനയിൽ നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കണം, പ്രാർത്ഥനയിൽ നമ്മൾ കർത്താവിനോട് കൂടുതൽ അടുക്കണം, കൂട്ടായ്മയിൽ നമ്മൾ കർത്താവിനോട് അവൻ കൂടുതൽ അടുക്കും തോറും നമുക്ക് ആ ദൈവ സാന്നിധ്യത്തിൽ കൂടുതൽ ജീവിപ്പാനും മുൻകാല പാപങ്ങളിൽ ജീവിക്കാതെ പാപങ്ങളെ വിട്ട് കൈകളെ കഴുകി വെളുപ്പാക്കി പാപത്തിന്റെ അനുഭവങ്ങളെല്ലാം നമ്മുടെ ലൈഫിൽ നിന്ന് നീക്കിക്കളഞ്ഞിട്ട് ഇരുമനസ്സുള്ളവരെ നിങ്ങളുടെ ഹൃദയങ്ങളെ എന്ത് ചെയ്യണം? ശുദ്ധീകരിച്ച് ജീവിക്കണം. അവൻ 2 മനസ്സുമായിട്ടായിരുന്നു പോയി, അയ്യോ നടക്കുമോ നടക്കത്തില്ലയോ, സൗഖ്യമാകുമോ സൗഖ്യമാകത്തില്ലയോ, അത് സംഭവിക്കുമോ ഇങ്ങനെയൊക്കെയുള്ളതാണെങ്കിൽ അതിനകത്തുനിന്നൊക്കെ മാറി കർത്താവ് എന്ത് പറഞ്ഞോ അതിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് മുന്നേറുവാൻ ഇടവരണം. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, ഏത് കാര്യത്തിലാണെങ്കിലും ദൈവവചനത്തിന് കീഴ്പ്പെടണം. അതിന് വിരുദ്ധമായി പിശാച് പറയുന്നതിനോട് എതിർത്ത് നിൽക്കണം. അപ്പോൾ പിശാച് നമ്മളെ വിട്ട് ഓടിപ്പോകും. നമ്മൾ എതിർത്ത് നിൽക്കത്തില്ല, നമ്മളത് പറയത്തുമില്ല, മൈൻഡ് ചെയ്തില്ല. നോ, എതിർത്ത് നിൽക്കണം. എതിർത്ത് നിന്നാലേ ഓടിപ്പോവുള്ളൂ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എതിർത്ത് തന്നെ നിൽക്കണം.
കേട്ടോ. മനസ്സിലാക്കണം, ഇതൊരു ആത്മീക പോരിനകത്താണ് നമ്മൾ നിൽക്കുന്നത്. ആ പോർക്കളത്തിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആയുധങ്ങളും നമുക്ക് തന്നിരിക്കുന്നതായ വിജയത്തിന് തന്നിരിക്കുന്നതായ മാർഗങ്ങളുമാണ്. അത് നമ്മൾ തിരിച്ചറിയണം. അവിടെ പറയുന്നു, ദൈവത്തിന് കീഴടങ്ങുവൻ, പിശാചിനോട് എതിർത്ത് നിൽക്കുവിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നെക്സ്റ്റ് സ്റ്റെപ്പ്, ദൈവത്തോട് കൂടുതൽ അടുത്തു വരുവിൻ, അപ്പോൾ ദൈവം നിങ്ങളോട് അടുത്തു വരും. മുൻകാല പാപങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം കഴുകി വെടിപ്പാക്കി ജീവിത വിശുദ്ധി സൂക്ഷിച്ച് രണ്ട് മനസ്സുള്ളവരാകാതെ ഏക മനസ്സുള്ളവരായി ജീവിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ മറക്കരുത്, നാളെ രാവിലെ ഇന്ത്യൻ സമയം 8:30 സഭായോഗം ആരംഭിക്കുന്നത്. തക്ക സമയത്ത് നിങ്ങൾ എല്ലാവരും കാണണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമാകും, നമ്മൾ ഉയർച്ച പ്രാപിക്കും. എല്ലാവർക്കും ഭയമായി മാറും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനന്റ്ലി ബ്ലസ്ഡ് and highly favored. God bless you. God bless you. God bless you.